കൊല്ലം കടയ്ക്കൽ കുമ്മിളിൽ 22 വയസ്സുള്ള ഗർഭിണിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ആരോപിച്ച് മാതാവ് രംഗത്തെത്തി. യുവതിയുടെ നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. മകൾ ജീവനൊടുക്കില്ല എന്നും മാതാവ് പറഞ്ഞു. ചെയ്യൂല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്റെ മോനെ നെറ്റിയൊക്കെ നല്ലോണം പൊട്ടിയിരിക്കുന്നു. എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്റെ കുട്ടി എങ്ങനെ ചെയ്യുന്ന അവള് ചെയ്യൂല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് എന്റെ കുട്ടിയെ നീതി വേണം. എനിക്ക് എന്റെ പൊന്നുമോനെ എനിക്ക് നഷ്ടപ്പെട്ട. വി ജയശങ്കർ ചെയ്തുകൊണ്ട് വിവരങ്ങളുമായി. ജയ്, ഈ രീതിയിൽ നേരത്തെ തന്നെ ദുരൂഹത ഉണ്ട് ആ മരണത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ നേരത്തെ വന്നതാണ്. ഇപ്പോൾ ആ കുടുംബവും ആ യുവതിയുടെ മാതാവും അടക്കം അത് പറയുന്നുമുണ്ട്. നെറ്റിയിലുള്ള ആഴത്തിലുള്ള മുറിവിനെ കുറിച്ചാണ് ഇപ്പോൾ മാതാവും സൂചിപ്പിക്കുന്നത്. സുഹൃത്തിനൊപ്പമായിരുന്നു താമസം, കുറേ നാളുകളായി ഈ യുവതി എന്നുകൂടി നേരത്തെ അറിഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ എന്താണ് ഇതിൽ ഈ കേസിന്റെ ഒരു നിലവിലെ സ്ഥിതി എന്താണ്? അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ 22-കാരിയെ ഈ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ, ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെയാണ് ഇന്ന് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇവർ ആത്മഹത്യ ചെയ്യില്ലെന്നും തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല, ഈ നെറ്റിയിൽ കണ്ടിരിക്കുന്ന മുറിവ് അത് വളരെ ആഴത്തിലുള്ളതാണ്, ഇത് ഏതെങ്കിലും തരത്തിൽ പരിക്കേൽപ്പിച്ചതിന്റെ അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ ആണെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ തന്റെ മകൾക്ക് നീതി ലഭിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ മാതാവിന്റെ ഉൾപ്പെടെയുള്ള മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വീട്ടിൽ ഏതെങ്കിലും അതിക്രമം നടന്നതിന്റെ ഭാഗമായി ആത്മഹത്യയിലേക്ക് നയിച്ചതാണോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരൂഹതകൾ ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം പോലീസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. പോലീസ് പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഈ മാതാവിന്റെ ഉൾപ്പെടെ ബന്ധുക്കളുടെയും മറ്റും മൊഴികൾ വിശദമായി തന്നെ നിലവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. ഇത് ലഭിച്ചതിന് ശേഷമായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷം മൊഴികൾ കൂടി പരിശോധിച്ചായിരിക്കും ഈ ബന്ധുക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ പോലീസ് കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുകയും ഈ ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കുക. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുടുംബം 22-കാരിയുടെ മരണത്തിൽ വലിയ ദുരൂഹതകളാണ് പങ്കുവയ്ക്കുന്നത്, ആശങ്കകൾ പങ്കുവയ്ക്കുന്നു. ഗർഭിണിയായിരിക്കുകയാണ് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യവും ആണ്. പോലീസ് എന്തായാലും വേണ്ട ഗൗരവത്തോടു കൂടി ഈ കേസ് അന്വേഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.